നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ 9ാമത്തെ വീഡിയോ എല്ലാവരും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് കംപ്ലീറ്റ്ലി ബെല്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ട്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ടാണ്. അപ്പോൾ ബെല്ലി, ലോവർ ബെല്ലി, ഫുൾ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ട് 20 മിനിറ്റ്സ് വർക്കൗട്ടിൻ്റെ 2 റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് കേട്ടോ. ആരോടും നിർബന്ധിച്ച് ഇത് ഫോളോ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു സീരീസിന് വേണ്ടി ഇതിൻ്റെ താഴെ കമൻ്റ് ഇടരുത്. പെട്ടെന്നൊന്നും നമ്മൾ അടുത്ത സീരീസ് ചെയ്യില്ല. അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സീരീസാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വിത്ത് ഡയറ്റ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ബെല്ലിയും ലോവർ ബെല്ലിയും ഒരുപാട് ഈസിലി കുറയ്ക്കാൻ വേണ്ടി ഏത് വർക്കൗട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ ഈ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 റിലാക്സ്. ലവ് ഹാൻഡിൽസ് കുറയുന്നതിന്, സൈഡ് ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്ന അടുത്ത വർക്കൗട്ട് മുൻപും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സെയിം വർക്കൗട്ടുകളൊക്കെ തന്നെ, അതേപോലത്തെ വർക്കൗട്ടുകൾ തന്നെയാണ്. പക്ഷേ ബെല്ലി ഫാറ്റ് റിഡക്ഷന് വേണ്ടി പിന്നീട് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കൗട്ടുകൾ നിന്നുകൊണ്ടുള്ള കഴിഞ്ഞ സെറ്റ് നമ്മൾ ചെയ്തു. ഇനി കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എക്സസൈസുകളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് ഫാറ്റ് കുറയുന്നതിന് വേണ്ടി സഹായിക്കുന്ന അടുത്ത എക്സസൈസ്. സ്പീഡ്, എൻ്റെ സ്പീഡ് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എയ്തർ അല്ലെങ്കിൽ എൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം. രാവിലെ ചെയ്താലും വൈകുന്നേരം ചെയ്താലും, വൈകുന്നേരമാണ് ചെയ്യുന്നത് എങ്കിൽ ഭക്ഷണം കഴിച്ച് 3.5 മണിക്കൂറിന് ശേഷം ചെയ്യുക കേട്ടോ. രാവിലെയാണ് ചെയ്യുന്നത് എങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 10 9 8 7 6 5 4 3 2 and 1. That's it. റിലാക്സ്. അടുത്തത് കാലുകൾ ഉയർത്തിക്കൊണ്ട് ലോവർ ബെല്ലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ബട്ട് റിഡക്ഷനും ഇത് നല്ലൊരു എക്സസൈസാണ്. ബട്ട് ഷേപ്പിങ്ങിനും ഇത് നല്ലൊരു എക്സസൈസാണ്. പക്ഷേ കാലുകൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ആവുക കാരണം കൊണ്ട് ബാക്ക് പെയിൻ ഉള്ളവരൊന്നും ഈ ഒരു വർക്കൗട്ട് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇത് സ്ട്രെച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് കാലുകൾ ഉയർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോലി ചെയ്യുക. ഇതർ അല്ല നിങ്ങൾക്ക് വയ്യെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 25 കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണ്ട കേട്ടോ.
ഓക്കെ, അടുത്ത 25 ചെയ്യാം എന്ന് ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ ബ്രത്ത് നോർമൽ ആവുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്ലോലി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 റിലാക്സ്. അടുത്തത് കാല് ജസ്റ്റ് അർദ്ധപത്മാസനത്തിൽ മടക്കി വെച്ചേക്കുക, ബെൻഡ് ചെയ്തിട്ട്, എന്നിട്ട് മുകളിലോട്ടും താഴോട്ടും അതേപോലെ തന്നെ ആക്ഷൻ കൊടുക്കുക. ഓക്കെ, 1 ഇതുപോലെ മനസ്സിലായല്ലോ കറക്റ്റായിട്ട്. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. ഓക്കെ, റിലാക്സ്. അടുത്ത എക്സസൈസ് ജസ്റ്റ് നോർമൽ ക്രഞ്ചസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അത് ക്രഞ്ചസ് ചെയ്യുന്നത് എങ്ങനെയാണ് കിടന്നുകൊണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ക്രഞ്ചസ് റിപ്പീറ്റഡ്ലി ചെയ്യുന്നത് ലവ് ഹാൻഡിൽസ് കുറയ്ക്കുന്നതിന് നല്ല പോലെ സഹായിക്കും. ബെലി ഫാറ്റ് കുറയുന്നതിന് സഹായിക്കും ഓഫ് കോഴ്സ്, അതേപോലെ തന്നെ ലവ് ഹാൻഡിൽസ് കുറയുന്നതിനും സഹായിക്കും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 റിലാക്സ്. ഈ വീഡിയോയിൽ ചില നേരങ്ങളിൽ എൻ്റെ വയറ് വീർത്തിരിക്കുകയും ചില നേരങ്ങളിൽ ഭയങ്കരമായിട്ട് ചുങ്ങിയിരിക്കുകയും ചെയ്യുന്നതിൻ്റെ റീസൺ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ റീസൺ ഞാൻ ഗോയിങ് ത്രൂ ചെയ്യുന്നത് യൂറിനൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലൂടെയാണ്. ഹൈ ഫീവറും യൂറിനൽ ഇൻഫെക്ഷനുമാണ്. അപ്പോൾ എനിക്ക് ധാരാളം വെള്ളം ഇടവേളകളിൽ ഇങ്ങനെ കുടിച്ചേ പറ്റൂ. അതെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് പബ്ലിക് ബാത്റൂം ഉപയോഗിക്കേണ്ടി വന്ന സാഹചര്യത്തെ സംഭവിച്ചതാണ് കേട്ടോ. അതല്ലാതെ ഞാൻ വെള്ളം കുടിക്കാത്ത പേഴ്സൺ ആവുക കാരണം കൊണ്ടല്ല എനിക്ക് യൂറിനൽ ഇൻഫെക്ഷൻ വന്നത്. വെരി അൺഫോർച്ചുനേറ്റ്, അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളെ ഒന്ന് തളർത്തുന്നത് നല്ലതാണ്. നമുക്ക് ഒരു
തളരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊരു എക്സ്പീരിയൻസും ആവും. പലരും അങ്ങനെ ഉണ്ടല്ലോ, തളർച്ചയിൽ നിന്ന് പഠിക്കുന്നവരുണ്ടല്ലോ. സോ ഈ ഒരു ടൈം പീരീഡ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സീരീസ് ആരംഭിക്കുകയും ചെയ്തു, എനിക്ക് വയ്യാതെ ആവുകയും ചെയ്തു എന്നുള്ളത് എനിക്കൊരു നല്ലൊരു ലെസണായിരുന്നു. സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഡിസോർഡർ ആയപ്പോൾ ഐ വാസ് ലൈക്ക് വട്ട് ഐ ഡു എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടൊക്കെ പോയി. അതാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എനിവേ, നമ്മുടെ ചാനലിലെ വീഡിയോസ് മുടങ്ങിയില്ലല്ലോ, ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത വർക്കൗട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 റിലാക്സ്. അടുത്ത വർക്കൗട്ട് ഒരു ബെല്ലി ഫാറ്റ് റിഡക്ഷൻ, അപ്പർ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ടാണ്. അത് ചെയ്യുന്നതിന് കാലുകൾ ഓപ്പൺ ആക്കുക, ക്ലോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ഷൻ കൂടി കൈയിനോടൊപ്പം ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ചെയ്ത് നോക്കാം. നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. സോ സിമ്പിളാണ്. ആൻഡ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ വർക്കൗട്ടിലോട്ട് തന്നെ വരട്ടെ, ശ്രദ്ധകൾ പാളിപ്പോവാതിരിക്കട്ടെ കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 റിലാക്സ്. അടുത്ത എക്സസൈസ് കുറച്ചുകൂടി ലോവർ ബെല്ലി ഫാറ്റിന് കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. ഞാൻ എൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾ കൂടുതൽ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കുറച്ച് ലൈവ്ലി ആവുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ കുറേയും കൂടി ലൈവ്ലി ആക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അടുത്ത വർക്കൗട്ട് 1 2 3 4 5 6 7 8
9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. വീണ്ടും അടുത്ത എക്സസൈസ് സൈഡ് ഫാറ്റ് കുറയാനുള്ളത്. കൈകൾ രണ്ട് സൈഡിലോട്ടും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. വീണ്ടും സൈഡ് ഫാറ്റ് കുറയാനുള്ള 2 എക്സസൈസ്. അതിന് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. റിലാക്സ്. 25 റിപ്പിറ്റേഷൻ ഇത് ചെയ്യുക. അടുത്ത എക്സസൈസും ഏകദേശം സിമിലറാണ്. സൈഡ് ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൈ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഇങ്ങനെ ടച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ഓക്കെ, റിലാക്സ്. അതേ 2 എക്സസൈസ് ഈ സൈഡിലും ചെയ്യുന്നു കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. Okay, relax.
സെയിം അടുത്ത എക്സസൈസും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 ഓക്കെ, റിലാക്സ്. ചില സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. ആ സമയത്ത് നമ്മളെ ആരും സഹായിച്ചില്ലല്ലോ, നമ്മുടെ കൂടെ ആരും ഇല്ലല്ലോ, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊന്നുമല്ല. ആ സിറ്റുവേഷനെ നമ്മളെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. ആ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും സ്ട്രെങ്തനായി, അത്രയും സ്ട്രോങ് ആയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഇത് ഒരു നല്ലൊരു ലെസണാണ്. ഇത് ഞാൻ പഠിച്ചത് ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ നിഖിൽ എന്ന് പറഞ്ഞൊരു കുട്ടി ഈ അടുത്ത കാലത്ത് വൈറലായിട്ടുള്ള ഓട്ടിസം ബാധിച്ച കുഞ്ഞിൻ്റെ ബ്രദറായിട്ടുള്ള കുട്ടി വൈറലായത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ കാണണം. മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫുള്ള് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അത് കാണിച്ചു കൊടുക്കുകയും വേണം. ആ കുട്ടി പറഞ്ഞതാണ് സിറ്റുവേഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടിയാണത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് ആരും ബ്ലെയിം ചെയ്യില്ല, ഞാനതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നു. അതൊരു ലെസണാണ്. പലപ്പോഴും നമുക്ക് വലിയ വലിയ ലെസൺസ് പറഞ്ഞു തരാൻ മഹാന്മാർ വേണം എന്നൊന്നുമില്ല. കുഞ്ഞുങ്ങൾ പോലും നമുക്ക് വലിയ ലെസൺസ് കാണിച്ചു തരും. അത് പഠിക്കാനും അത് കേട്ടിരിക്കാനും, അത് നല്ലൊരു ലിസണറായിട്ട് പേഷ്യൻസോടുകൂടി കേട്ടിരിക്കാനുമുള്ള കഴിവ് നമ്മൾക്കുണ്ടായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അങ്ങനൊരു ടൈം പീരീഡ് നമുക്കെല്ലാവർക്കും ജീവിതത്തിലുണ്ടായിരിക്കും. അപ്പോൾ വീണു പോവാതിരിക്കുക. അഥവാ ഒന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം കൈ കുത്തി എഴുന്നേറ്റ് നടന്നേക്കുക. അതല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല ലൈഫിൽ സക്സസ് ആവാൻ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് വരുന്ന നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ഒരു സീരീസിലെ പല വീഡിയോസിൻ്റെ ബൈറ്റ്സ് ക്ലബ് ചെയ്തുകൊണ്ടായിരിക്കും. കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയോടുകൂടി നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിക്കും. പ്രസക്തമായിട്ടുള്ള നമ്മുടെ വലിയ വർക്കൗട്ടുകൾ എടുത്തുകൊണ്ടായിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ഗൈഡൻസ് നേരിട്ട് കിട്ടണം. അഡ്വൈസസ് ആൻഡ് ഡയറ്റ്, വർക്കൗട്ട്സ്, മോട്ടിവേഷൻ, സപ്പോർട്ട് കൂടെ നിന്നുകൊണ്ട് ഞാൻ ചെയ്യിക്കുന്നതായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം നിങ്ങൾ ഡിന്നർ എടുക്കുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനൊരു ക്ലാസ്സിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇടണം. നമ്മുടെ ഇൻസ്റ്റഗ്രാം ID റാഡ് ദ വ്ളോഗർ എന്നാണ്. RAD_THE_വ്ളോഗർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ഓഫ് ലവ്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.